ദൈവസാന്നിധ്യത്തോട് പ്രതികരിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ രാത്രിയിൽ ഒന്നിച്ച് മനസ്സിലാക്കുവാൻ, ഒന്നിച്ച് തിരിച്ചറിയുവാൻ, ഒന്നിച്ച് അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സജ്ജരാക്കേണ്ടതിന് ആത്മനിറവിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിപ്പാൻ നിയോഗവും കൃപയും പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം നാവ് തുറന്ന് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചാൽ. അന്യഭാഷ പ്രാപിക്കാത്തവർ മൗനമാചരിക്കരുത്, സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം. ഈ യോഗം പര്യവസാനിക്കും മുമ്പേ അന്യഭാഷ അടയാളത്തോടെ എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ നാവ് തുറന്ന് പ്രാർത്ഥിച്ചാൽ. റഥന സിയാത്തൽ, ഇത്രയും പേർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാൽ, ഇത്രയും ശബ്ദമല്ല ഇതിനേക്കാൾ ശബ്ദമുയരണം. അൽബാന ഹസാരാധി മർദ്ദനെ ജഗൽകമന വൈഷ റദല ജലഗദര ഭൗഷിയാന്തൽ കമാന ഘടക അർത്ഥന പ്രബന്ധരം ജാലഘടക ശംദല ചുടി മർദ്ദം വേദൽ പ്രഭാതയാന ജഗൽക്കനാദിയാര. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ, മഹത്വം കൊടുപ്പീൻ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് ശക്തിയും ബലവും കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. വിശുദ്ധ അലങ്കാരം കൊണ്ട് അവനെ നമസ്കരിപ്പീൻ എന്ന സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ നാവ് തുറന്ന് മഹാരാജാവായ ദൈവത്തിന്, മഹാശക്തനായ ദൈവത്തിന്, ഉന്നതന്, ഉയർന്നവന്, ശാശ്വതവാസിയായവന്, അത്ഭുത മന്ത്രിക്ക്, വീരനായ ദൈവത്തിന്, സമാധാനത്തിന്റെ പ്രഭുവിന്, നിത്യപിതാവിന് എല്ലാവരും ചേർന്ന് എത്രത്തോളം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം ശബ്ദമുയർത്തി. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഈ രാത്രിയിലും ഞങ്ങൾക്കൊന്നിച്ച് കർത്തൃസന്നിധാനം ചേർന്ന് വരുവാൻ അങ്ങ് തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ 19 പകലും ഈ 19ാമത്തെ രാത്രിയിലും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ ഈ എല്ലാ സെക്ഷനിലും ദൈവം പകർന്ന വിടുതലിനായി സ്തോത്രം. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, സ്പഷ്ടമായി, ആഴമായി ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ തുടർന്ന് വായിക്കുവാൻ പോകുന്ന വചനഭാഗത്തിനായി സ്തോത്രം. വചനത്തിൻ്റെ ശക്തമേറിയ പ്രകാശനങ്ങൾ തുറക്കണമേ. വചനം ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ കൃപ നൽകണം. നാവിനെയും ശബ്ദത്തെയും ചിന്തകളെയും പരിശുദ്ധാത്മാവും നിയന്ത്രിക്കണം. ദൈവഹിതമില്ലാത്ത വാക്കുകൾ ഉച്ചരിപ്പാൻ അനുവദിക്കാതെ ദൈവഹിതമുള്ളത് മാത്രം ഈ രാത്രിയിൽ തുറക്കപ്പെടുവാൻ ഞങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കും. ഈ രാത്രിയിലും വചന ശുശ്രൂഷകൾക്ക് വിരോധമായി, ആത്മീയ അനുഭവങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന ദേശത്തിലെ എല്ലാ പൈശാചിക സ്വാധീനതകളെയും, എല്ലാ പൈശാചിക നേതൃത്വങ്ങളെയും നസ്രയനായ യേശുവിൻ നാമത്തിൽ സഭയായി ഒന്നിച്ച് ഞങ്ങളതിനെ ശാസിക്കുന്നു. വലിയ ആത്മീയ ചൈതന്യം പകരും. അവിടുത്തെ നാമത്തെ മാത്രം ഉയർത്തും. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും കേട്ട് ഉത്തരമരുളും ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ബലത്തോടൊരു ഹല്ലേലൂയ പാടാം. നാം പകൽ വായിച്ച വാക്യം തന്നെ
ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്കായിട്ട് വായിച്ച് സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത്. ഈ രാത്രിയിലും അതിൻ്റെ തുടർച്ചയെന്നവണ്ണമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ഈ രാത്രിയിലും കർത്തൃസന്നിധാനം ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ്റെ അസാന്നിധ്യമുണ്ടെങ്കിലും പ്രിയ കർത്തൃദാസിക്ക്, കുഞ്ഞുങ്ങൾക്ക്, വിശേഷിച്ച് ഈ യോഗം ഈ രാത്രിയിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ഇമ്മാനുവൽ പാസ്റ്റർക്ക്, തൻ്റെ കുടുംബത്തിന്, വന്നു ചേർക്കപ്പെട്ട എല്ലാ കർത്തൃദാസന്മാർക്ക്, ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഈ രാത്രിയിലും സഹായിക്കട്ടെ. ദൈവജനം കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് 3 കാര്യം ആവശ്യമാണ്. 1, ദൈവജനം നന്നായിട്ട് കേൾക്കണം. 2, കേൾക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് ശ്രദ്ധിക്കണം. 3, ശ്രദ്ധിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം നന്നായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ സംഗ്രഹിക്കണം. ദൈവജനം കേൾക്കണം, ശ്രദ്ധിക്കണം, ഹൃദയത്തിൻ്റെ ആഴത്തിൽ സംഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു ധാരാളം ഉപമകൾ പറഞ്ഞ് ശിഷ്യന്മാരെ പല കാര്യങ്ങളും ലഘുവായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ യേശു പറയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഉപമയുണ്ട്. വിതകാരൻ വിത്തുമായി പുറപ്പെടുന്ന ഉപമ. വിതകാരൻ വിത്തുമായി പുറപ്പെടുന്ന സമയത്ത് ചില വിത്തുകൾ വഴിയരികിൽ വീണു, ചില വിത്തുകൾ പാറസ്ഥലത്ത് വീണു, ചില വിത്തുകൾ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടു, ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണ വിത്തുകൾ അധികം താമസമെന്നേ പറവകൾ വന്ന് കൊത്തിയെടുത്തു കൊണ്ടുപോയി. പാറസ്ഥലത്ത് വീണ വിത്ത് മുളച്ചു വന്നു, പക്ഷേ ആഴത്തേക്ക് വേരിറങ്ങാത്തത് കൊണ്ട് അത് കരിഞ്ഞു വാടിപ്പോയി. അടുത്തത് മുള്ളിനിടയിൽ വീണ വിത്തും വളർന്നു വന്നു, പക്ഷേ മുള്ള് അതിനെ ഞെരുക്കിക്കളഞ്ഞത് കൊണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുവാൻ കഴിഞ്ഞില്ല. അടുത്തത് നല്ല നിലത്ത് വീണ വിത്തുകൾ 30, 60, 100 മേനിയായി, 100, 60, 30 മേനിയായി വളരെ ഫലം കായ്ച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, എറിയപ്പെട്ട വിത്തിൻ്റെ കുഴപ്പമല്ല വളർച്ചയ്ക്ക് തടസ്സം, സ്വീകരിക്കപ്പെട്ട നിലത്തിൻ്റെ കുഴപ്പമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അത് ഏറ്റെടുക്കുന്നത് പോലെയാണ് നമ്മിൽ വിടുതൽ വ്യാപരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ പകലും ദൈവവചനം ഇവിടെ വിതയ്ക്കപ്പെടുമ്പോൾ ഒരുക്കപ്പെട്ട നിലമായി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ ദിവസം വീണ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്തുകൾ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പോകുന്നു. സന്തോഷമുണ്ടെങ്കിൽ ചേർന്നൊരാമീൻ പറയാം. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ ആഴത്തിൽ കരുതിക്കൊണ്ട് നല്ല നിലത്ത് അത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ 30, 60, 100 മേനിയായി ഫലമായി വിളയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. പകൽ നാം ചിന്തിച്ച ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ സവിസ്തരമായി നിങ്ങളോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെ തുടർന്ന് പഴയ നിയമത്തിലെ ദൈവത്താൽ അനുഗ്രഹീതരായ, ദൈവത്താൽ നിയോഗിതരായ എല്ലാ കർത്തൃദാസന്മാരും കർത്തൃദാസിമാരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ യാക്കോബിൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾക്ക് ഒരു ലഘുവായി ഈ രാത്രി ഇന്ന് പകൽ വിശദീകരിച്ചു നൽകി. അതിനുശേഷമായിട്ട്
ഈ രാത്രിയിൽ അടുത്ത ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ നേതൃനിരയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ തിളങ്ങിയ ഒരു ശ്രേഷ്ഠ മനുഷ്യനാണ് മോശ. മോശയെക്കുറിച്ച് വചനം പറയുന്നത് മോശ സൗമ്യനായിരുന്നു എന്ന് മാത്രമല്ല, മോശ വിശ്വസ്തനായിരുന്നു എന്ന് മാത്രമല്ല, മോശ അനുഗ്രഹിക്കപ്പെട്ടൊരു നേതാവായിരുന്നു എന്ന് മാത്രമല്ല, വേദപുസ്തകം മോശയെക്കുറിച്ച് പറയുന്നത് മോശ പ്രാർത്ഥിക്കുന്നൊരു ദൈവ മനുഷ്യനായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മിടുക്ക് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത്, കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത്, പ്രാപ്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഈ രാത്രിയിലും മിടുക്കില്ലേ, കഴിവില്ലേ, പ്രാർത്ഥിച്ചാൽ മതി. കഴിവ് നൽകുന്നൊരു ദൈവമുണ്ട്. നിങ്ങളിൽ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കട്ടെ. ദൈവം അവന് ജ്ഞാനം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും കഴിവില്ല, പ്രാപ്തിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. പ്രാർത്ഥിക്കണം. കഴിവ് നൽകുന്നൊരു ദൈവമുണ്ട്, പ്രാപ്തി നൽകുന്നൊരു ദൈവമുണ്ട്, നമ്മെ മാന്യതയുടെ ഉന്നത നിലയിൽ നിർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടെ കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു വരികയാണ്. ചെങ്കടൽ കടന്നു. ഇപ്പോൾ എത്തിയ സ്ഥലം ഷൂർ എന്ന് പറയുന്ന മരുഭൂമിയിലാണ്. ഷൂർ എന്ന് പറയുന്ന മരുഭൂമിയിൽ എത്തുന്ന സമയത്ത് 3 ദിവസം അവർക്ക് വെള്ളം കിട്ടാതിരുന്നു. 3 ദിവസം വെള്ളം കിട്ടാതിരുന്ന ജനം മുൻപോട്ട് നടക്കുകയാണ്. മുൻപോട്ട് നടക്കുമ്പോൾ ദൈവിക പദ്ധതി നിങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളത്തിന് നടുവിലൂടെ യാത്ര ചെയ്തു വന്ന ജനത്തിന് ഇപ്പോൾ 3 ദിവസം വെള്ളമില്ല. 3 ദിവസം വെള്ളമില്ല. 30 ലക്ഷം ജനം ആ മരുഭൂമിക്കകത്ത് കണ്ണൊന്ന് പരതി ഇങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങ് ദൂരവേ ഒരു അരുവി അവർ കണ്ടു. ദൂരവേ അരുവി കണ്ട മാത്രയിൽ അവരെല്ലാവരും ഓടിച്ചെന്നു. എന്താ ഓടിച്ചെല്ലാൻ കാര്യം? ദാഹത്തിന്റെ കാഠിന്യം അത്രയുമാണ്. കാരണം 3 ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. 3 ദിവസമായി വെള്ളം കുടിക്കാത്ത ജനത്തിന്റെ വെപ്രാളവും പരവേശവും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. ജനമിതാ ഓടിച്ചെന്ന് അവരാ അരുവിയുടെ അരികിൽ മുട്ടുകുത്തി നിന്ന് കൈക്കുമ്പിൽ ജലമെടുത്ത് നാവിൽ തൊടിയിപ്പിച്ച മാത്രയിൽ കുടിച്ച ആദ്യത്തെ വ്യക്തി വിളിച്ചു പറഞ്ഞു, കുടിക്കരുത്, കയ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ജനം പ്രതീക്ഷിച്ചത് എന്താ? ദാഹജലമാണ്. കിട്ടിയത് കയ്പ് വെള്ളമാണ്. പ്രതീക്ഷിച്ചത് നന്മയാണ്, കിട്ടിയത് തിന്മയാണ്. പ്രതീക്ഷിച്ചത് ഉയർച്ചയാണ്, കിട്ടിയത് താഴ്ചയാണ്. പ്രതീക്ഷിച്ചത് വിജയമാണ്, കിട്ടിയത് തോൽവിയാണ്. പ്രതീക്ഷിച്ചത് വെളിച്ചമാണ്, കിട്ടിയത് ഇരുളാണ്. പ്രതീക്ഷിച്ചത് അനുഗ്രഹമാണ്, കിട്ടിയത് ശാപമാണ്. പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോൾ ജനത്തിൻ്റെ തനതായ സ്വഭാവം വെളിപ്പെട്ടു. എന്താ ജനത്തിൻ്റെ തനതായ സ്വഭാവം? പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ അന്നും ഇന്നും ജനത്തിൻ്റെ തനതായ സ്വഭാവം എന്താ? പ്രാർത്ഥനയാണോ? ആരാധനയാണോ? അഭിഷേകമാണോ? നീണ്ട ഉപവാസമാണോ? അല്ല. പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ജനം ഇന്നത്തെ പോലെ അന്നും പിറുപിറുത്തു. 30 ലക്ഷം ജനം ഒന്നിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. 30 ലക്ഷം ജനം ഒന്നിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. മോശയിൽ കണ്ടൊരു കാര്യമുണ്ട്, കാണാത്തൊരു കാര്യമുണ്ട്. അത് വിശദീകരിച്ച് ഞാൻ ദൂതിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 30 ലക്ഷം ജനം ഒന്നിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ മോശയിൽ കാണാത്തതൊന്ന്, മോശയിൽ കണ്ടൊരു കാര്യം. കാണാത്ത കാര്യം ഞാൻ ആദ്യം പറയാം. ഒരു ഇസ്രായേലിന്റെ തോളത്തെ കൈയിട്ടിട്ട് ദൈവം അല്ലേലും ഇങ്ങനെയാന്ന് മോശ പറഞ്ഞു? ഇല്ല. കണ്ട കാര്യം എന്താണെന്നറിയാമോ? മോശ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷിച്ചു എന്നാണ്. അർത്ഥാൽ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ അതിനകത്തെ സന്ദേശം എന്താണെന്നറിയോ? ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നവൻ ഏത് സഭയിലും, ഏത് ദേശത്തിലും, ഏത് കുടുംബത്തിലും, ഏത് രാജ്യത്തിലും അവൻ വ്യത്യസ്തനാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയണം. 2026 ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാത്രിയിലും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വ്യത്യസ്ത കുടുംബങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വ്യത്യസ്തരാണ്. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറ. 30 ലക്ഷത്തിനകത്ത് ചേട്ടനുണ്ട്, 30 ലക്ഷത്തിനകത്ത് ചേച്ചിയുണ്ട്, 30 ലക്ഷത്തിനകത്ത് മുഴുവനും ബന്ധക്കാരും സ്വന്തക്കാരുമാണ്.
30 ലക്ഷം ജനം ഒന്നിച്ചു പിറുപിറുക്കുമ്പോൾ ഭൂരിപക്ഷം മുഴുവൻ പിറുപിറുക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് ഭൂരിപക്ഷത്തോട് പ്രാർത്ഥിക്കുന്ന മോശ ചേരുകയല്ല, അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലും ആത്മാവ് വളരെ ഗൗരവമായിട്ട് ഇടപെടുന്നു. 30 ലക്ഷവും പിറുപിറുക്കട്ടെ, വീട്ടിലുള്ളവർ മുഴുവനും പിറുപിറുക്കട്ടെ, പക്ഷെ നീ ആ ഗ്രൂപ്പിൽ പെടരുത്. നീ വ്യത്യസ്തനാണ്. പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നിന്റെ വീടിനകത്ത് ദൈവം നിന്റെ മേലാണ് വരമേൽപ്പിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ആരാധിക്കും. ഇനി കേട്ടോ അടുത്ത സന്ദേശം. 30 ലക്ഷം ജനം പിറുപിറുക്കുകയാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 30 ലക്ഷം ജനം പിറുപിറുത്താൽ അതൊരു സാധാരണ ശബ്ദമാണോ? അല്ല. 30 ലക്ഷം ജനം ഒരുമിച്ച് പിറുപിറുത്താൽ അതൊരു സാധാരണ ശബ്ദമല്ല, അതൊരു ആരവമായിട്ട് മാറും, ഒരു ഇരമ്പലായിട്ട് മാറും. ശരിയാണോ? 30 ലക്ഷം ജനം ഒന്നിച്ച് പിറുപിറുക്കുമ്പോൾ അതൊരാരവം പോലെ മരുഭൂമിക്കകത്ത് പ്രകമ്പനം കൊള്ളിച്ചു നിൽക്കുമ്പോൾ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഉറക്കിയൊരു ഹല്ലേലൂയ പറഞ്ഞാൽ പിന്നെ എൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം 30 ലക്ഷം ജനം ഒന്നിച്ചു പിറുപിറുക്കുമ്പോൾ അതൊരു ആരവമാണ്. മരുഭൂമിക്കകത്ത് പ്രകമ്പനം കൊള്ളിച്ചു നിൽക്കുമ്പോൾ, ആരവം പ്രകമ്പനം കൊള്ളിച്ചു നിൽക്കുമ്പോൾ മോശ ദൈവസന്നിധിയിൽ. ഞാൻ ചോദിക്കട്ടെ, മോശയുടെ പ്രാർത്ഥനാ ശബ്ദം ഒരു ശബ്ദമയാണോ? പറഞ്ഞേ. 30 ലക്ഷത്തിന്റെ ശബ്ദത്തിനകത്ത് മോശയുടെ പ്രാർത്ഥനാ ശബ്ദം ഒരു ശബ്ദമയാണോ? അല്ല, അതൊരു ശബ്ദം പോലും അല്ല. 30 ലക്ഷത്തിന്റെ അകത്താണ് മോശയുടെ ശബ്ദം ചലിക്കുന്നത്. പക്ഷെ അടുത്ത ദൂതിന് നിങ്ങൾ ആമേൻ പറയണം. ആ ശബ്ദമാണ് യഹോവയുടെ ചെവിയിലെത്തിയത്. കേൾക്കുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥനയുടെ 19-ാം ദിവസം രാത്രി, 20-ാം ദിവസം രാത്രി, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ ധാരാളം ശബ്ദങ്ങൾ ചുറ്റുപാട് പൊങ്ങുന്നുണ്ട്. വാഹനത്തിൻ്റെ, വ്യവസായ കേന്ദ്രങ്ങളുടെ, ധാരാളം ജാതി ആരാധനയുടെ ശബ്ദങ്ങൾ ചുറ്റുപാടുമൊക്കെ പൊങ്ങുന്നുണ്ട്. പക്ഷേ നിന്റെ ശബ്ദം എത്തേണ്ട ഇടത്ത് ഇന്ന് രാത്രി എത്തിക്കോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ നാവ് തുറന്നു പറ. ഇന്ന് രാത്രി ഒരു മന്ത്ര ഉച്ചാരണ ശബ്ദങ്ങൾക്കോ ഒരു ശ്ലോക ശബ്ദങ്ങൾക്കോ എൻ്റെ പ്രാർത്ഥനാ ശബ്ദത്തെ തടയാൻ കഴിയില്ല. എത്തേണ്ട ഇടത്ത് ഇന്ന് രാത്രി ഭദ്രമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ച് ധര. ഇനി 30 ലക്ഷം ജനം ദൈവസന്നിധിയിൽ പിറുപിറുക്കുകയാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 30 ലക്ഷത്തോട് നമുക്കൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായി നിങ്ങൾ ഈ മരുഭൂമിക്കകത്ത് പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് മറുപടി ഉണ്ടായി? ഞങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് അവിടെ മുഖത്തേക്ക് നോക്കി ചോദിക്കണം. കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായിട്ട് പിറുപിറുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് മറുപടി കിട്ടിയത്? എന്താണ് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം? 30 ലക്ഷം ജനം വാ തുറക്കും, പക്ഷെ ശബ്ദം പുറത്തു വരില്ല. കാരണം കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായി പിറുപിറുത്തത് കൊണ്ട് ശബ്ദം അങ്ങ് അടഞ്ഞ ശബ്ദത്തോടെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയവർ പറയും, പാസ്റ്ററേ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ശബ്ദം അടഞ്ഞെന്നല്ലാതെ. കേൾക്കുന്നുണ്ടോ? ഇനി 2, കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായി ഞങ്ങൾ ശബ്ദമെടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു. രണ്ടാമത്തെ കാര്യം അവർ പറയും, ആരോഗ്യം ക്ഷയിച്ചതല്ലാതെ. 3, കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പിറുപിറുത്തുകൊണ്ട് സമയം പോയതല്ലാതെ. കേൾക്കുന്നുണ്ടോ? ശബ്ദം പോയതല്ലാതെ, സമയം പോയതല്ലാതെ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ആരോഗ്യം പോയതല്ലാതെ ഞങ്ങൾക്കൊരു മറുപടിയൊന്നും.
ഉണ്ടായിട്ടില്ല. ഇനി പ്രാർത്ഥിക്കുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ചോദിക്ക്, പ്രാർത്ഥിച്ച മോശ എന്താ നിനക്ക് കിട്ടിയ മറുപടി? പ്രാർത്ഥിച്ച മോശ വിളിച്ചു പറയും, 30 ലക്ഷവും കാണാത്ത ഒരു മറുപടിയുടെ വൃക്ഷം പ്രാർത്ഥിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ. ഓ കമോൺ, വിശ്വസിക്കുന്ന ജയോത്സവം IPC ദൈവസഭയുടെ ദൈവമക്കൾ പ്രതികരിക്കണം. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് പ്രവചിക്കുകയാണ്, പിറുപിറുക്കുന്നവർ കാണാത്ത ചില മറുപടികൾ. ഹോ റബാ ശംദൽ കരാദിഹി ഹർദൽ കരാ ജഗൽ കരാ തരാദിഹി. ഇന്ന് രാത്രിയിലും ആത്മാവ് ചിലരെ വിവേചിക്കുന്നു. ഇതുവരെയും ചിലർക്ക് അനുഭവിക്കാത്ത വിടുതലുകൾ, മറുപടിയുടെ കരങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിനക്ക് മുമ്പിൽ ഇന്ന് രാത്രി തെളിയിച്ചു വെക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന്റെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, 30 ലക്ഷവും കാണാത്തൊരു മറുപടിയുടെ വൃക്ഷം മോശയ്ക്ക് മുമ്പിൽ പൊങ്ങി വന്നതുപോലെ ഈ ദിവസങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ചില മറുപടികൾ പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണിൽ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പ്രസംഗത്തിന് ഓളം ഉണ്ടാക്കാൻ പറയല്ല. ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, യേശുവിന് അധികാരമുള്ള നാമത്തിൽ നീ പ്രാർത്ഥിച്ചത് വൃഥാവല്ല, നീ കരഞ്ഞത് വൃഥാവല്ല, വയറൊട്ടിപ്പിടിച്ച് ഉപവസിച്ചത് വൃഥാവല്ല. മറ്റാരും കാണാത്ത ചില മറുപടികൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി നീ മാറി അനുഭവിച്ച അതേ സ്ഥലത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഗ്ലോറി. ഹഡകത റബകത റബ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരുടെ ദൂത് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. നിന്റെ അടുത്തിരിക്കുന്നവർ കാണാത്തത്, നിന്റെ കൂടപ്പിറപ്പുകൾ കാണാത്തത്, നിന്റെ രക്തബന്ധങ്ങൾ കാണാത്തത് പ്രാർത്ഥിക്കുന്ന നിന്റെ കണ്ണിൻ മുമ്പിൽ ദൈവം വെളിവാക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ഹര കഥ രഗ ദയ മന ഹർദൽ കബ രഗ ദയ രഗ ജഗൽ ഹര കഥ രഗ ദയ മന സംദൽ ഹര കദര ഗജല ഗഡഗ ജഗദ റബല ഗദര ഗജല ഗദരി ഗമന. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-ാം വാക്യത്തിൽ അവിടെ എഴുതിക്കുന്ന ഇങ്ങനെയാ, മോശയ്ക്ക് യഹോവ ഒരു വൃക്ഷം പറഞ്ഞേ കാണിച്ചു കൊടുത്തു. കണ്ടു എന്നല്ല വാക്യം, കാണിച്ചു കൊടുത്തു എന്ന വാക്യം. കാണുന്നത് തനിയാണ്. കാണിച്ചു കൊടുക്കുന്നത് ഒരുവന്റെ സഹായത്തോടെയാണ്. കേൾക്കുന്നുണ്ടോ? കാണുന്നത് തനിയാണ്, കാണിച്ചു കൊടുക്കുന്നത് ഒരുവന്റെ സഹായത്തോടു കൂടെയാണ്. ഞാൻ ഒന്നുകൂടെ ആത്മാവിനൊന്ന് പറയട്ടെ ദൈവസഭയോട്, ഈ ദൂതൻ നിങ്ങൾ കരമൊന്ന് ഉയർത്തി ആ വചനത്തെ അങ്ങ് പിടിക്കണം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി തലമുറയ്ക്ക് വേണ്ടി ദൈവം കാണിച്ചു തരാൻ പോകുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മറുപടിയെ കാണിച്ചു തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ്. ഞാൻ വെറുതെ പറയല്ല ദാനിയേൽ പാസ്റ്ററെ, ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ഈ പ്രാർത്ഥനയ്ക്കകത്ത് കുടുംബങ്ങളിൽ ചില മറുപടികളെ എന്റെ ദൈവം കാണിച്ചു തരാൻ പോകുകയാണ്. കാണിച്ചു തരാൻ പോകുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അബ്രഹാം തിരിഞ്ഞപ്പോൾ ഇതാ വള്ളിക്കകത്ത് അകപ്പെട്ട് ഒരു കോലാട്ടിൻ കുട്ടിയെ കണ്ടതുപോലെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില മറുപടികളെ എന്റെ ദൈവം കാണിച്ച് തരുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ പ്രതികരിക്കുക.
Shabaraka Tara Jalatara Hartara Jalatara Zaidal Handar Jaladaya Mana Hadagadara Balagadara Baba Riyamdal Kabara Gatasi Yamdal Hamdara Jagal Kamana Gadagasi. നിങ്ങൾ കേട്ടോ, ജനം മുഴുവൻ പിറുപിറുക്കുന്നു. മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മോശ ദൈവസന്നിധിയിൽ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കേട്ടോണം, ജനം മുഴുവൻ പിറുപിറുത്തുകൊണ്ടിരിക്കുക. മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മോശയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ജനം മുഴുവൻ പറഞ്ഞേ, മോശയാണ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത്. മോശയാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. മോശ പ്രാർത്ഥിക്കുന്നു. മോശയുടെ പ്രാർത്ഥന ദൈവം, അടുത്ത വാക്യം നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാവും. അവൻ അവർക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നല്ല. യഹോവ അവന് എന്ന് പറഞ്ഞാൽ ആർക്കാ മറുപടി കാണിച്ചേ? മോശയ്ക്കാണ്. അവർക്കല്ല, അവനാണ്. വൃക്ഷം കാണിച്ചു കൊടുത്തു. അപ്പൊ മറുപടി കണ്ടതാരാ? മോശയാണ്. മോശയും ചില പ്രിയപ്പെട്ടവരും വെട്ടിയായിരിക്കാം വൃക്ഷം വെള്ളത്തിൽ ഇട്ടത്. വെള്ളത്തിലിട്ട മാത്രയിൽ ജനം മുഴുവൻ കുടിച്ചപ്പോൾ പറഞ്ഞൊരൊറ്റ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്താ? നാമാണ് പ്രാർത്ഥിക്കുന്നേ, നാമാണ് കരയുന്നേ, നാമാണ് ഉപവസിക്കുന്നേ. പക്ഷെ മറുപടി വെളിപ്പെട്ടു വരുമ്പോ അത് ദേശത്തിന് മധുരമാകും, കുടുംബത്തിന് മധുരം. ഓ കമോൺ. മാതാവേ നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നേ, പിതാവേ നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നേ. പക്ഷെ നിങ്ങളുടെ ഒരൊറ്റ പ്രാർത്ഥന നിങ്ങളുടെ തലമുറയ്ക്ക് മധുരമാ. വിശ്വസിക്കുന്നവർ പ്രതികരി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ആപ്പ പറയും, ജയോത്സവം IPC ദൈവസഭയുടെ ഈ പ്രാർത്ഥന ഈ ദേശത്തിനൊരു മധുരമാകാൻ പോകുകയാണ്. കേരളത്തിനൊരു മധുരം. വിശ്വസിക്കുന്ന ദൈവമക്കൾ നീ കേട്ടോ, അടുത്ത ദൂത് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷിക്കണം. മോശ പ്രാർത്ഥിക്കുന്നു. മോശയ്ക്ക് വേണ്ടി വൃക്ഷം ദൈവം കാണിച്ചു കൊടുക്കുന്നു. വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ട മാത്രയിൽ ആ വെള്ളം നിറഞ്ഞ വെള്ളം മധുരമായി മാറ്റപ്പെട്ടു. ഞാൻ പറയുന്ന ദൂതിന് നിങ്ങൾ ആമീൻ പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. മോശയുടെ ഒറ്റ പ്രാർത്ഥന 30 ലക്ഷത്തിനും മധുരമായി മാറിയെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവ് ഇന്ന് രാത്രി ഇടപെടുന്നേ. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാതിരിക്കരുത്. നിന്റെ ഒറ്റ പ്രാർത്ഥനയായിരിക്കാം നാലാഞ്ചിറയിലെ വിടുതൽ. നിന്റെ ഒറ്റ പ്രാർത്ഥനയായിരിക്കാം ട്രിവാൻഡ്രത്തിൽ. Oh, come on, church. (1904) 1905 ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന കത്രുദാസൻ വെയിൽസിൽ ഒരു വീടിനകത്ത് പ്രാർത്ഥനയിൽ തുടരുമ്പോ ഏകദേശം 9 മാസക്കാലം വെയിൽസിൽ ഉണർവിന്റെ കാറ്റ് കത്തിപ്പടർന്നെങ്കിൽ നിന്റെ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ദേശത്തെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കേൾക്കണം കുഞ്ഞുങ്ങൾ, കേൾക്കണം കേട്ടോ. ഇന്ന് രാത്രി ചലഞ്ചായി ഏറ്റെടുക്കണം. ഇടപെടുക. കത്രുദാസി, നിന്റെ പ്രാർത്ഥന കൊള്ളത്തില്ലെന്നും നിന്റെ പ്രാർത്ഥനയുടെ സ്വരം കൊള്ളത്തില്ലെന്നും ആരൊക്കെ അഭിപ്രായപ്പെട്ടാലും നീ അത് മൈൻഡ് ചെയ്യരുത്. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ഒരൊറ്റ പ്രാർത്ഥന ദേശത്തിന്റെ സ്ഥിതി മാറ്റും. നിന്റെ ഒരൊറ്റ പ്രാർത്ഥന പട്ടണത്തിന്റെ കെട്ടുപൊട്ടും. ഇത്രയും പ്രതികരിച്ചാ പോരാ.
ഇറങ്ങട്ടെ. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഈ കുഞ്ഞു തലമുറകൾക്കകത്ത് ഇറങ്ങട്ടെ. പ്രാർത്ഥനയുടെ ഒരു വീര്യത ഇന്ന് രാത്രി കർത്തൃദാസന്മാരുടെ മേൽ ഇറങ്ങട്ടെ. മങ്ങിയും മയങ്ങിയും ഇരിക്കരുത്, ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക്. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. പ്രാർത്ഥനയുടെ ഒരു പുതപ്പ്. ലമ ഹസറാഥാന ഹർബ ഹസറഖദലിയ ലമ റഗദറഗജസിയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന നിന്റെ ചരിത്രം ദേശം കാണാൻ പോകുകയാണ്. ആത്മാവിനോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന നീ ഒരു ചരിത്രമായി ദേശത്തിനകത്ത് നിൽക്കാൻ പോകുകയാണ്. വെയിൽസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവാൻ റോബർട്സിനെ മാറ്റി നിർത്താൻ കഴിയത്തില്ലെങ്കിൽ, നാലാം ചെറയെ കുറിച്ച് ഓർക്കുമ്പോൾ ട്രിവാൻഡ്രത്തെ കുറിച്ച് പറയുമ്പോൾ നിന്റെ പേരിനെ മാറ്റി വെക്കാതിരിക്കുന്നത് പോലെ ഒരു അഭിഷേകം ഇന്ന് രാത്രി തന്റെ ജനത്തിന്മേൽ ഇറങ്ങുകയാണ്. പ്രാപിച്ചോ ആന്റി? ഒരു അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ഒരു പുതപ്പ് ഈ 19-ാം ദിവസം രാത്രി ജനത്തിന്മേൽ വീഴട്ടെ, വീഴട്ടെ. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മേലെ ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് വീഴാൻ യേശുവിന് അധികാരമുള്ള നാമത്തിൽ. ശമൂവേൽ ബാലനാണ്, പക്ഷേ അവൻ പ്രാർത്ഥിച്ചു എന്ന് വചനമുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. ഈ തലമുറയിൽ അന്ത്യകാലത്ത് ചില 35 വയസ്സ് കഴിഞ്ഞവരുടെ മേൽ ആത്മാവ് വരുമെന്നല്ല, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ, പ്രാർത്ഥിക്കുന്ന ദൈവസഭ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. എനിക്കറിയില്ല, അസാധാരണമായൊരു ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ ചലിക്കുക. അത് ഏത് പ്രായത്തിലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അത് ഒഴുകുകയാ, ഒഴുകുകയാ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ മോശയുടെ ഒറ്റ പ്രാർത്ഥന 30 ലക്ഷത്തിനും വിടുതലായി മാറിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥനയായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിന്റെ ഗതി തിരിക്കുന്നേ. നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥനയായിരിക്കാം ദേശത്തിന്റെ കെട്ടുതയ്യം അടിച്ചുവിടുന്നേ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഇനി സ്തോത്രം. കയ്പ് ജലത്തിന്റെ അരികിൽ മോശ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കും? ദൈവമേ, ഈ ഒഴുകുന്ന കയ്പ് ജലത്തെ മധുരമാക്കി മാറ്റണമേ എന്നായിരിക്കുമോ? അല്ല, ഞാൻ അങ്ങനെ പറയാറുണ്ട്. മുമ്പിൽ കിടക്കുന്ന കയ്പ് ജലത്തെ കണ്ടുകൊണ്ട് മുട്ടുമടക്കി കരമുയർത്തി 30 ലക്ഷത്തിൻ്റെയും നേതാവായി നിൽക്കുന്ന വിശ്വസ്തനായ സൗമ്യനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാദം ഇങ്ങനെയായിരിക്കാം: കർത്താവേ, ഈ കയ്പ് ജലത്തെ കുടിക്കാൻ യോഗ്യമായ വെള്ളമാക്കി മാറ്റണം. കുടിക്കാൻ യോഗ്യമായ വെള്ളമാക്കി മാറ്റണം. ജനം മുഴുവൻ പിറുപിറുക്കുക. ജനം മുഴുവൻ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും അവിടെ ഹൃദയത്തിൻ്റെ അകത്തെ ആഗ്രഹം എന്തെന്നറിയോ? ദൈവമേ, മോശയുടെ പ്രാർത്ഥന ഒന്ന് കേൾക്കണേ. മോശയുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഹൃദയത്തിനകത്ത് വാഞ്ചി എന്താ? ദൈവമേ, ദാഹിച്ചു വരണ്ട് കിടക്കുക, ഈ വെള്ളം മധുരജലമാകണമെന്നല്ല പ്രാർത്ഥന. ഈ വെള്ളം കുടിക്കാൻ യോഗ്യമായ ഒരു വെള്ളമായി മാറണം. ദൈവർക്ക് മറുപടി കൊടുത്തു. മറുപടി കൊടുത്തത് ദാഹജലം കൊടുത്തെന്നല്ല. പറ, വേദപുസ്തകം വായിക്കുന്നവർ പറ. മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ട മാത്രയിൽ വെള്ളം. പറ. ഞാൻ എഫേസ്യ ലേഖനം 3:20 കൂട്ടിച്ചേർക്കട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി
മനസ്സിലാകുന്നവരും ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വെച്ച വിഷയത്തിനകത്ത് ദൈവാത്മാവ് പ്രവചിക്കുക. വചനത്തിലൂടെ നിങ്ങൾ ചോദിച്ച വിഷയങ്ങൾ, നനച്ച വിഷയങ്ങൾക്ക് ഉപരിയായി ഒരത്ഭുത വിടുതൽ. ആ പ്രാർത്ഥനാ വിഷയം എഴുതിയ ബുക്കിലേക്ക് കൈവച്ചു പറ, എന്റെ വിഷയത്തിനകത്ത് ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. ഈ യോഗം പരിസമാപ്തിയിലെത്തി ആമേൻ പറയും മുമ്പേ എന്റെ തലമുറയ്ക്കകത്ത് ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ ഇസ്രായേൽ നടുവിൽ ഒരു വലിയ തർക്കം നടക്കുക. തർക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോരഹും കൂട്ടരുമാണ്. നേതൃത്വം കൊടുത്ത് 14-ാം അധ്യായം കഴിഞ്ഞു, 15 കഴിഞ്ഞു, 16-ാം അധ്യായത്തിൽ ആ മത്സരത്തിന്റെ തീവ്രത നമുക്ക് കാണാൻ കഴിയും. ആ 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഇറങ്ങി വന്നത് കാണാൻ കഴിയും. 17-ാം അധ്യായത്തിനകത്ത് ഇപ്പോൾ കോരഹില്ല. മറ്റുള്ള പ്രിയപ്പെട്ടവർ മോശയ്ക്കും അഹരോനും നേരെ തിരിഞ്ഞ് മത്സരങ്ങൾ അഴിച്ചുവിടുമ്പോൾ ദൈവം സ്തോത്രം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശെ 12 ഗോത്രത്തിൽ നിന്ന് 12 വടികൾ നീ ശേഖരിക്കണം. 12 വടികൾ ശേഖരിച്ച് എല്ലാ വടിയുടെ മേലും ആ ഗോത്രത്തിന്റെ പേരെഴുതണം. ലേവിയുടെ ഗോത്രം വരുമ്പോൾ, ലേവിയുടെ വടി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ലേവിയുടെ പേരെഴുതരുത്, മറിച്ച് അഹരോന്റെ പേരെഴുതണം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ, പറ, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇത് 12 വടികളും 12 പ്രഭുക്കന്മാർ വെട്ടിക്കൊണ്ടുവന്ന് മോശയുടെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാ ഗോത്രത്തിൻ്റെയും പേരെഴുതി. ദാന്റെയും നഫ്താലിയുടെയും യഹൂദയുടെയും ശിമിയോന്റെയും ഒക്കെ പേരെഴുതി. ഗോത്രത്തിന് ഓരോന്നായി പേരെഴുതി ഓരോ വടികൾ മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ലേവിയുടെ വടി കൊണ്ടുവന്നപ്പോൾ ലേവിയുടെ പേര് അതിനകത്ത് എഴുതിയിട്ടില്ല. ദൈവം പറഞ്ഞു, അഹരോന്റെ പേരെഴുതണം. അഹരോന്റെ പേരെഴുതി മോശയുടെ കയ്യിൽ 12 വടികൾ കൊടുത്തു. 12 വടികൾ മോശ സ്തോത്രം ഇതാ എല്ലാം പരിശോധിച്ച് കൂട്ടിക്കെട്ടി സാക്ഷ്യ കൂടാരത്തിന് മുമ്പിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അത് ഭയങ്കര സന്തോഷം നൽകുന്നൊരു വാക്യ. സാക്ഷ്യ കൂടാരത്തിന് മുമ്പിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. സന്നിധിയിൽ വെച്ചിട്ട് അന്ന് രാത്രി മുഴുവൻ എല്ലാവരും വിശ്രമിപ്പാൻ പോയി. പക്ഷേ അഹരോനും മോശയും അന്ന് രാത്രി ഉറങ്ങിക്കാണില്ല. എന്താ ഉറങ്ങാത്തതിൻ്റെ കാര്യം എന്നറിയോ? അഹരോനും മോശയും കൈ ഉയർത്തി കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടാകാം. കർത്താവേ, ആ വെച്ച വടിക്കകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? ഞാൻ വെച്ച പ്രാർത്ഥനാ വിഷയത്തിനകത്ത് എന്തെങ്കിലും മറുപടി ചലിക്കണം, ഏതെങ്കിലും വിടുതൽ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു സഭയോട്, വെച്ച വിഷയത്തിനകത്ത് മറുപടി ചലിക്കണമെന്ന് ആവലോടെ കരയുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സന്തോഷിക്കാം നമുക്ക്. കാരണം വെച്ച വടി ഇരിക്കുന്ന സ്ഥലം ദൈവസന്നിധി ായതുകൊണ്ട് അതിന്റെ മേൽ അത്ഭുതം നടക്കാൻ സാധ്യതയുണ്ടെന്നല്ല, അത്ഭുതം നടന്നിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം പല ആവർത്തിയിലും കേട്ടിട്ടുണ്ടാകാം. പക്ഷെ വ്യത്യസ്തമായൊരു ദൂത് ഞാൻ പറയാം, കേട്ടോണം നിങ്ങൾ. ഇത് മോശ പ്രഭാതത്തിൽ വന്ന് വടിയെടുത്ത് പരിശോധിക്കുക. ദാന്റെയും നഫ്താലിയുടെയും മറ്റ് ഗോത്രങ്ങളുടെയും വടികൾ പരിശോധിക്കുമ്പോൾ വെച്ചതുപോലെ അല്ല വടി. വെച്ചത് ഒരു പച്ചപ്പുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ആ 11 വടികളും ഏകദേശം ഉണങ്ങിത്തുടങ്ങി. പക്ഷെ മോശ അഹരോന്റെ വടി പരിശോധിക്കുമ്പോൾ മോശയുടെ മുഖത്തൊരു ആശ്ചര്യം. കേൾക്കുന്നുണ്ടോ? അങ്ങ് ദൂരെ നിൽക്കുമ്പോൾ അഹരോന് മനസ്സിലായി എന്തോ ഒരു പ്രത്യേകത ഞാൻ വെച്ച വടിക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയാമോ? ആ വടി തളിർത്ത്, പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തോടനുബന്ധിച്ചൊന്ന് പറഞ്ഞേ, ആ പ്രാർത്ഥനാ വിഷയം തളിർത്ത് പൂവിടി വീച്ച് ബലം
ഭയപ്പെടുത്തി നിന്നതുപോലെ ഇന്ന് രാത്രി യേശുവിന് അധികാരമുള്ള നാമത്തിൽ നീ കർത്തൃസന്നിധാനം വെച്ച വിഷയങ്ങളൊന്നും വൃഥാവായി പോകില്ല. ഇന്ന് രാത്രി യേശുവിന് അധികാരമുള്ള നാമത്തിൽ വിഷയത്തിനകത്ത് മറുപടി നൽകാൻ കരുത്തുള്ള ദൈവം നിന്റെ വിഷയത്തെ ഇന്ന് രാത്രി പൂവിടിപ്പിക്കാൻ പോകുകയാണ്. അതിനെ തളിർപ്പിക്കാൻ പോകുകയാണ്. അതിന്ന് രാത്രി ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധമാവ് ചില കുടുംബങ്ങളെ നോക്കി വചനത്തിലൂടെ പ്രവചിച്ചു പറയുന്നു, നിന്റെ മറുപടി ഒരു ആശ്ചര്യ കാഴ്ചയായി മാറാൻ പോകുകയാണ്. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന്, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ചില വിഷയങ്ങളുടെ മേൽ ഒരു ആശ്ചര്യ മറുപടി കാണാൻ പോകുക. സഭയാത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി ഏത് അസാധ്യതയിലും വളരും. ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി ഏത് പ്രതിസന്ധിയിലും വളരും. ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി ഏത് മത്സര ഗ്രഹത്തിലും വളരും. സന്തോഷം ഉണ്ടെങ്കിൽ ആമേൻ പരൻ. ആ കരമൊന്ന് അടിച്ച് അല്പസമയം ഒന്ന് ദൈവത്തെ, സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ ആ വചനത്തോടൊന്ന് കൂറു പുലർത്തി അത് എന്നോടുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്ക്. ഇന്ന് രാത്രി നിന്റെ തലമുറയിൽ ആശ്ചര്യകരമായ ചില മറുപടികൾ, വിസ്മയിക്കത്തക്ക ചില മറുപടികൾ എന്റെ ദൈവം വിളിച്ചു വരുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ. മോശ പ്രാർത്ഥിക്കുന്നു, ജനം പിറുപിറുക്കുന്നു. മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം കയ്പു ജലത്തെ ദൈവം മധുരമാക്കി മാറ്റുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, അടുത്ത ദിവസം ഒരു സഭായോഗം വിളിച്ചു കൂട്ടിയാൽ, കേൾക്കുന്നുണ്ടോ? മോശ ഒരു സഭായോഗം അടുത്ത ദിവസം ദൈവത്താൽ നിയോഗിതമായി വിളിച്ചു കൂട്ടിയാൽ ആ സഭായോഗത്തിനകത്ത് സാക്ഷ്യത്തിന് സമയമുണ്ടല്ലേ? സാക്ഷ്യത്തിന് സമയമുണ്ട്. മോശ ഒരു പ്രബോധനമൊക്കെ പറഞ്ഞ് സാക്ഷ്യത്തിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് 30 ലക്ഷം ജനത്തിന് സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ സങ്കല്പത്തിൽ പറയാട്ടോ, 30 ലക്ഷത്തിന് സമയം കൊടുത്താൽ പിന്നെ ആ ദിവസം തികയില്ല. ചില ദിവസങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകേണ്ടി വരും. പക്ഷേ ഒരു വ്യക്തിയെ പ്രതിനിധിയായി വിളിച്ച് സാക്ഷ്യത്തിലേക്ക് വിളിച്ചാൽ ആ വ്യക്തി സാക്ഷ്യം പറയുന്ന മേഖല ഞാൻ ഇങ്ങനെ ഭാവനയിൽ പറയാറുണ്ട്. അദ്ദേഹം വായ തുറന്ന് പറയും, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ്രൈമിൻ്റെ ആധിപത്യത്തിനകത്ത് നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ചെങ്കടൽ നമുക്ക് മുമ്പിൽ അലറി വിളിച്ചു. പക്ഷെ ചെങ്കടൽ നടുവിൽ കൂടെ ദൈവം ചെങ്കൽപ്പാതി ഒരുക്കി നമ്മെ അക്കരെ എത്തിച്ചു. പിന്നീട് സ്തോത്രം, നാം ഷൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ വലഞ്ഞു നടന്നു. നമ്മൾ വെള്ളം കിട്ടാതെ വലഞ്ഞു നടന്നപ്പോൾ സാക്ഷ്യം പറയുന്ന ഞാനുൾപ്പെടെ, കേൾക്കുന്നുണ്ടോ? സാക്ഷ്യം പറയുന്ന ഞാനുൾപ്പെടെ ആ പ്രതിസന്ധിക്കകത്ത് പിറുപിറുത്തു. ദൈവത്തോട്, മോശയോട് പിറുപിറുത്തു. നാം എല്ലാവരും പിറുപിറുത്തപ്പോൾ നമ്മുടെ കർത്തൃദാസനായ മോശ പ്രാർത്ഥിച്ചു. പിറുപിറുത്തില്ല. കർത്തൃദാസനായ മോശ പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ദൈവം കയ്പു ജലത്തെ അങ്ങനെ ചിലർ സാക്ഷ്യം പറയാൻ പോവാ. ഇല്ല, മനസ്സിലായില്ല. ഇതിനകത്ത് വന്ന് അങ്ങനെ ചിലർ സാക്ഷ്യം പറയാൻ പോവാ. കഴിഞ്ഞ നാളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? കയ്പ് നിറഞ്ഞ ജീവിതമായിരുന്നു. പക്ഷെ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോ, ആ സഹോദരി സുവിശേഷം പറഞ്ഞപ്പോ കയ്പ് മാറിയെന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ? അത് വീണ്ടും ആവർത്തിക്കാൻ പോകുകയാ ദൈവം. സന്തോഷം ഉണ്ടെങ്കിൽ പറയുന്ന ദൂതിന് ആമേൻ പറയാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ
അങ്ങനെ സാക്ഷ്യങ്ങൾ ദൈവസഭയ്ക്ക് ഈ ദിവസങ്ങൾ ദൈവം നൽകാൻ പോകുകയാണ്. എൻ്റെ കയ്പ് മാറ്റിയ ഫാസ്റ്റിംഗ് ആണിത്. എൻ്റെ പ്രതിസന്ധിയുടെ കയ്പ് മാറ്റിയ, എൻ്റെ പ്രതികൂലത്തിൻ്റെ കയ്പ് മാറ്റിയ ഈ ഫാസ്റ്റിംഗ് ആണ് ഇതെന്ന് പറഞ്ഞ് ചില സാക്ഷ്യം പറയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ. ഇനി മുമ്പോട്ട് പരിശോധിച്ചു വന്നാൽ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ സ്തോത്രം ആത്മീയ ശുശ്രൂഷയിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പ്രവചന ശുശ്രൂഷയിൽ ശക്തമായി ശോഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമനുഷ്യനല്ലേ ഏലിയാവ്. എലിയാവ് എന്ന് പറയുന്ന പ്രവാചക മനുഷ്യനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്ന് തിസ്ബ്യനായ എലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് വളരെ ധൈര്യസമേതം കൊടുങ്കാറ്റ് പോലെ കയറി വന്ന ആഹാബിന്റെ മുഖത്തേക്ക് നോക്കി, കൊട്ടാരത്തിൽ ആ സിംഹാസനത്തിലിരിക്കുന്ന ആഹാബിന്റെ മുഖത്തേക്ക് നോക്കി ധൈര്യസമേതം പറയുന്നൊരു സന്ദേശമുണ്ട്. ഞാൻ യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല, ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ധൈര്യമുള്ളൂ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്രാർത്ഥിക്കുന്നവൻ രാജാവിന് മുമ്പിലൊന്നും അവൻ്റെ ആശ്രമം കാല് വിറക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ധൈര്യസമേതം അഭിമുഖീകരിക്കാൻ ദൈവം നിങ്ങളുടെ മേൽ കൃപ ചെയ്യും. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാ അധൈര്യം, പ്രാർത്ഥിക്കാത്തത് കൊണ്ടാ സംശയം. പ്രാർത്ഥിക്കുന്നെങ്കിൽ ധൈര്യം ഉണ്ടാകും. പ്രവചിച്ച് ഇറങ്ങി വന്ന പ്രവാചകനെ കാത്തിരുന്നത് 10 കൊട്ടാരമാണോ? ഒരു കൊട്ടാരത്തിൽ കയറി ശുശ്രൂഷ ചെയ്താൽ പിന്നെ 10 കൊട്ടാരത്തിന്റെ വാതിലല്ലേ തുറക്കണ്ടേ? അങ്ങനെ നിലയിലല്ലേ മുൻപോട്ട് ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നു വരണ്ടേ? പക്ഷെ ഒരു കൊട്ടാരത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങും മുൻപ് പ്രവാചകനോട് ദൈവം പറഞ്ഞു, പ്രവാചക, ഇനി കൊട്ടാരത്തിലല്ല ശുശ്രൂഷ കേട്ടോ, നീ കെരീത്തിന്റെ അരികിൽ, യോർദാന് കിഴക്കുള്ള കെരീത്തിന്റെ അരികിൽ പോയി ഒളിച്ചിരിക്കണം. ഒളിച്ചിരിക്കുന്ന സമയത്ത് വേദപുസ്തകം പറയുന്നു, ഒളിച്ചിരിക്കുമ്പോൾ ദൈവം ഒരു സന്ദേശത്തോട് പറഞ്ഞു, നീ ഒളിച്ചിരിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും നിന്നെ പോഷിപ്പിക്കേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച്, കൽപ്പിക്കുമെന്നല്ല, കൽപ്പിച്ചു കഴിഞ്ഞു എന്നല്ല, കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കേൾക്കുന്നവരുണ്ടെങ്കിൽ രാമേ, നിങ്ങൾ ഈ ദൂത് കേട്ടതായിരിക്കാം, എങ്കിലും ഒന്ന് രാമേൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനോട് വിധവയോട് കൽപ്പിച്ചിരുന്നു എന്ന് വചനമുണ്ടെങ്കിൽ, കാക്കയോട് കൽപ്പിച്ചിരുന്നു എന്ന് വചനമുണ്ടെങ്കിൽ, നീ ആ ദൂത് പറയും മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നവരോ? ഒന്നുകൂടെ ഞാൻ പറയാം, ദേശത്ത് ക്ഷാമം വരും മുമ്പേ നിന്റെ ക്ഷാമത്തെ മാറ്റാൻ ദൈവം ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രതിസന്ധി വരും മുമ്പേ അതിനുള്ള പോം വഴി ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസി. അത് നമ്മൾ വിചാരിക്കുന്ന ചില വ്യക്തികളല്ല പ്രിയപ്പെട്ടവരെ ദൈവം കൽപ്പിച്ചിരിക്കുന്നേ. ഒരിക്കലും ഒന്നും തരാത്ത കാക്കയോട്, വിധവയുടെ കൂടാരത്തിന് ഒന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ളവളോട് ദൈവം കൽപ്പിച്ചുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വ്യത്യസ്തമായ ഉറവകളെ, ഒരാമേൻ പറയണ ആ ദൂതിനകത്ത്, നിങ്ങൾ ആരും വിചാരിക്കാത്ത വ്യത്യസ്തമായ ഉറവകളെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം തുറന്നിടാൻ പോകുക. നിങ്ങൾ വിചാരിച്ചത് ആ കൊട്ടാരത്തിൽ നിന്നാണെങ്കിൽ, നിങ്ങൾ വിചാരിച്ചെങ്കിൽ ആ ഫ്ലാറ്റിനകത്ത് നിന്നാണെങ്കിൽ, അല്ല, അവിടെ നിന്നൊന്നുമല്ല. ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായ ഇടത്ത് നിന്ന് നിനക്ക് വന്നുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ. ഇതാ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഏലിയാവ് പിന്നീട് വിധവയുടെ കൂടാരത്തിനകത്ത് ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. പിന്നീട് ആഹാവുമായി ഏലിയാവ് കണ്ടുമുട്ടുക. ആ പറഞ്ഞ് ഞാൻ മുൻപോട്ട് നിങ്ങളെ ശുശ്രൂഷയിലേക്ക് നയിക്കാം. ആഹാവുമായി ഏലിയാവ് കണ്ടുമുട്ടുമ്പോൾ ആഹാബ് ഏലിയാവിനെ വിളിക്കുന്ന പേരെന്താണ്? കർത്താവിൽ ബഹുമാന്യ ദൈവദാസനെ എന്നാണോ?
കർത്താവിൽ വിലയേറിയ ദൈവദാസനെ എന്നാണോ? അല്ല. ഏലിയാവിനെ നോക്കി ആഹാബ് വിളിക്കുന്ന പേര്, ദേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ ദാ വരുന്നു എന്നാണ്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ. പെട്ടെന്ന് ഏലിയാവ് ആഹാബിന്റെ മുഖത്തെ നോക്കി, അവന്റെ കിരീടത്തെ വകവയ്ക്കാതെ, സിംഹാസനത്തെയും അവന്റെ ആ രഥത്തെയും ഒന്നും വകവയ്ക്കാതെ ഏലിയാവ് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാനല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, നീയുമാണ്, നിന്റെ പിതൃഭവനുമാണ്. കേൾക്കുന്നുണ്ടോ? നീയും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന് നേർച്ചർപ്പിക്കാൻ ആക്കി വെച്ച നീ ഇപ്പോൾ ബാലിന് ബലി കഴിപ്പിച്ച്, അശേര പ്രതിഷ്ഠകൾക്ക് നേർച്ചകൾ അർപ്പിച്ച്, മറ്റുള്ള ദേവതകൾക്കൊക്കെ ധൂപം കാട്ടുന്നത് കൊണ്ടാണ് ദേശത്ത് ഈ വരണ്ട കാലാവസ്ഥ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ച് വന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, അത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സംസാരിച്ച് വന്നൊടുവിൽ അവരൊരു സന്ധി സംഭാഷണത്തിൽ വാക്കവസാനിപ്പിക്കുക. സന്ധി സംഭാഷണം ഇങ്ങനെയാണ്: തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ഞാനൊരു കഥ പറയല്ല, ദൂത് പറയാട്ടോ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം എന്നിരിക്കട്ടെ. നമുക്കൊരുമിച്ച് കർമ്മേൽ നെറുകിലേക്ക് കയറി പോകണം. കർമ്മേൽ നെറുകിലേക്ക് കയറി പോകുമ്പോൾ 450 ബാലിൻ്റെ കള്ളപ്രവാചകന്മാരുണ്ട്, 400 അശേരയുടെ കള്ളപ്രവാചകന്മാരുണ്ട്, 850 കള്ളപ്രവാചകന്മാർ കർമ്മേന നെറുകയിൽ വട്ടം കൂടി യാഗപീഠം പണിത് യാഗവസ്തുവിനെ യാഗപീഠത്തിൽ കണ്ണമായി നുറുക്കി വെച്ച്, യാഗപീഠത്തിനും ഇത് വിറകടുക്കി വെച്ച് അവർ തങ്ങളുടെ ദൈവത്തോട്, ബാലേ ഉത്തരം അരുളണമേ, ബാലേ മറുപടി അയക്കണമേ, ബാലേ പ്രവർത്തിക്കണമേ, ബാലേ ഇടപെടണമേ എന്നൊക്കെ രാവിലെ മുതൽ ഉച്ചവരെ നിലവിളിക്കുക. രാവിലെ മുതൽ ഉച്ചവരെ നിലവിളിച്ചിട്ടും അവരുടെ ദൈവം ഇറങ്ങി വരുന്നില്ല. ഇറങ്ങി വരാത്തത് കണ്ടുകൊണ്ട് അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു. ശരീരത്തെ മുറിവേൽപ്പിക്കുമ്പോൾ രക്തം ദാഹിയായ പൈശാചിക മേഖലകൾ ഈ രക്തം കാണുമ്പോഴെങ്കിലും ഇറങ്ങി വരുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോയി. അവരുടെ ദൈവം ഇറങ്ങി വന്നിട്ടില്ല. ദൈവം ഇറങ്ങി വരാതെ, ബാല് ഇറങ്ങി വരാതെ അവർ സേവിക്കുന്ന സേവാശക്തി, അവർ സേവിക്കുന്ന അന്ധകാര ശക്തി ഇറങ്ങി വരാതിരിക്കുമ്പോൾ ഇത് ഏലിയാവരെ പരിഹസിച്ചു. ഏലിയാവരെ പരിഹസിച്ചിട്ട് ഇത് ഏലിയാവിൻ്റെ ഊഴത്തിലേക്ക് വന്നു. ഏലിയാവിൻ്റെ ഊഴം വരുമ്പോൾ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പടുതുറപ്പിച്ച് ഗോത്രസംഖ്യക്കൊത്തവണ്ണം കല്ലുകൾ അടുക്കി വെച്ച് അതിൻ്റെ മീതെ വിറകടുക്കി വെച്ച് അതിൻ്റെ മീതെ വിറകടുക്കി വെച്ച് യാഗവസ്തുവിനെ കണ്ണമായി നുറുക്കി വെള്ളത്തിൽ കഴുകി യാഗപീഠത്തിൻ്റെ പുറത്ത് വെച്ച് അതിൻ്റെ മീതെ വിറകടുക്കി വെച്ച് 3 പ്രാവശ്യം ജനമെല്ലാം നോക്കി നിൽക്കുക, 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു. കേൾക്കുന്നുണ്ടോ? സാധ്യത മുഴുവൻ അസ്തമിപ്പിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു. തൊട്ടടുത്തൊരു തോടുണ്ടാക്കി, ഇത്ര വിത്ത് വിതയ്ക്കാനൊരു തോടുണ്ടാക്കിയിട്ട് അതിനകത്തും വെള്ളം നിറച്ചു. എന്നിട്ട് ഏലിയാവ് അതിൻ്റെ അരികിൽ നിന്ന് നടത്തുന്നൊരു പ്രാർത്ഥന വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനാവാചകം എന്നോട് കൂടെ നിങ്ങൾ ചേർന്ന് പറയണം. 1, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഞാൻ നിന്റെ ദാസനെന്നും ഇത് ചെയ്യും നിന്റെ കൽപ്പന പ്രകാരമെന്നും. സ്തോത്രം. ഞാൻ നിന്റെ ദാസനെന്നും. 1, ഞാൻ നിന്റെ ദാസനെന്നറിയണം. 2, നീ ഇസ്രായേൽ ദൈവമെന്നറിയണം. 3, സ്തോത്രം, ഇത് ചെയ്യുന്നത് നിന്റെ കൽപ്പന പ്രകാരമെന്ന് തിരിച്ചറിയേണ്ടതിന് ഇന്ന് വെളിപ്പെട്ടു വരണം. എന്ന് ഉപവാസ പ്രാർത്ഥന തീരുമ്പോഴല്ല, ഇന്ന്. കേൾക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ ഇന്ന് വെളിപ്പെടണം. എന്താ പ്രാർത്ഥനയെ 3ആയിട്ട് തരംതിരിച്ചാൽ, ഒന്നാമത്തെ പ്രാർത്ഥന സത്യദൈവം വെളിപ്പെടണം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? സത്യദൈവം വെളിപ്പെടണം. 2, സത്യാരാധകൻ ഞാനാന്ന് വെളിപ്പെടണം. 3, ഈ പണി കഴിപ്പിച്ച യാഗപീഠം ഉണ്ടല്ലോ, ഇതെന്റെ ബുദ്ധിക്കകത്ത് വന്ന ആശയമല്ല, ദൈവ പദ്ധതിയെന്ന് ജനം മനസ്സിലാക്കണം. ഈ ദൂത് നിങ്ങൾ കുറിച്ചിട്ടോ, എത്രയ്ക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുക, അത് ഇവിടെ കൃത്യമായി സംഭവിക്കാൻ പോവാ. സത്യദൈവം ദേശത്ത് വെളിപ്പെടാൻ പോവാ. സത്യാരാധകൻ നീയാണെന്ന് വെളിപ്പെടാൻ പോവാ. 3, പണി കഴിപ്പിച്ച ആ യാഗപീഠം നിന്റെ ബുദ്ധിയിൽ വന്ന ആശയമല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന്. നിങ്ങൾ എത്ര പേർക്ക് ആ ദൂതിന് രാമൻ പറഞ്ഞ്
ദൈവത്തെ സ്തുതിക്കാൻ സഹോദരങ്ങളെ, ദൈവാത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രി ഇടപെട്ടു പറയുന്നു, സത്യദൈവം നമ്മിലൂടെ വെളിപ്പെടാൻ പോവുക. സത്യാരാധനക്കാരനെന്ന് നാം ഈ ദേശത്ത് ദൈവത്താൽ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറ. ഇവിടുത്തെ മിഥ്യാരാധനകളെല്ലാം പൊളിയട്ടെ. എല്ലാ അശുദ്ധിയുടെ ആരാധനകൾ എങ്ങനെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നാം ഒരു സാധാരണ ഒരു വിടുതൽ ഏറ്റെടുക്കാനാണോ വന്നിരിക്കുന്നേ? അല്ല, ദേശത്ത് ദൈവം ഒന്ന് ഇറങ്ങട്ടെന്ന്. ദേശത്ത് ദൈവം ഒന്ന് ഇറങ്ങട്ടെ. ഈ ദേശത്ത്, ഈ പട്ടണത്തിൽ, ഈ ട്രിവാൻഡ്രത്ത്, കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സത്യദൈവം വെളിപ്പെട്ട് നിൽക്കട്ടെന്ന് വിശ്വസിക്കുന്നവർ. ഇവിടെ തല ഉയർത്തി നിൽക്കേണ്ടത് ഇവിടുത്തെ പാരമ്പര്യങ്ങളല്ല. ഇവിടെ തല ഉയർത്തി നിൽക്കേണ്ടത് ഇവിടുത്തെ പൈശാചികതയല്ല. ഇവിടെ തല ഉയർത്തി നിൽക്കേണ്ടത് സത്യദൈവമാകട്ടെ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടോണേ. ഏലിയാവിന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തി, ദൈവത്തിന്റെ ചെവിയിലേക്ക് വന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു, അല്ലേ? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. യാഗപീഠത്തിൽ വെച്ച യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. യാഗവസ്തുവിനെ ദഹിപ്പിക്കുക മാത്രമല്ല, തൊട്ടടുത്ത് തോട് പടന്നില്ലേ, വെള്ളം നിറച്ചില്ലേ, ആ വെള്ളം മുഴുവൻ വറ്റിച്ചു. ഹല്ലേലൂയ. അത് മാത്രമല്ല അവിടെ ചെയ്തേ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, ആ യാഗപീഠം പണിത സ്ഥലമില്ലേ, അവിടുത്തെ കല്ലുവരെ മണ്ണുവരെ ദഹിച്ചു മാറിപ്പോയി. ദൈവനോട് പറഞ്ഞൊരു ദൂതമുണ്ട് കേട്ടോ. യാഗപീഠത്തിൽ ഇറങ്ങി വന്ന ദൈവിക തീ യാഗപീഠം പണിത സ്ഥലം കത്തിച്ചെങ്കിൽ, കേൾക്കുന്നുണ്ടോ? യാഗപീഠത്തിൽ ഇറങ്ങി വന്ന ദൈവിക തീ യാഗപീഠം എവിടെയാണോ പടുതിരിക്കുന്നത് അവിടുത്തെ കല്ല് വരെ മണ്ണ് വരെ ദഹിപ്പിച്ചെങ്കിൽ, നിന്നിലിറങ്ങുന്ന ദൈവ സാന്നിധ്യം നീ നിൽക്കുന്ന മണ്ണിനകത്തും ഇറങ്ങാൻ പോവാ. മണ്ണിനോട് ബന്ധപ്പെട്ടതല്ല പൊട്ടട്ടെ എന്ന് പറയും. സ്ഥല സംബന്ധമായി നിൽക്കുന്നത് നിന്റെ അവകാശ ഭൂമിക്കെതിരെ നിൽക്കുന്ന സകല തന്ത്രമന്ത്രങ്ങളും ഇന്ന് പക തീ പിടിച്ചു ദഹിക്കട്ടെ. യേശുവിന് അധികാരമുള്ള ഇതാ തീ ഇറങ്ങി വന്നു. തീ ഇറങ്ങി വന്ന മാത്രയിൽ എല്ലാവരും പറഞ്ഞ വാക്കെന്താ? യഹോവ തന്നെ. ഒന്ന് പറഞ്ഞ എല്ലാവരും, യഹോവ തന്നെ. ഇതുവരെയും ബാലിനെ കേറ്റു പറഞ്ഞവരൊക്കെയാ കൂടെ നിൽക്കുന്നേ. പക്ഷെ തീ ഇറങ്ങി വന്നപ്പോ എല്ലാവരും പറഞ്ഞു യഹോവ തന്നെ ദൈവം. എനിക്ക് കേട്ടോ, ഞാൻ ദൂത് പറയാൻ പോവാ. തീ ഇറങ്ങി വന്നപ്പോ ആരെങ്കിലും വിമർശിച്ചോ? പറ. ആരെങ്കിലും കുറ്റം പറഞ്ഞു? ഏലിയാവിന്റെ കയ്യിൽ എന്തോ ഒരു തീപ്പെട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറച്ചു കത്തിക്കാൻ ഞങ്ങൾ കണ്ടതാന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ല. എല്ലാവരും പറഞ്ഞ വാക്കെന്താ? ദൈവം അയച്ച മറുപടിയാണ്, ദൈവം അയച്ച തീയ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ദൈവം അയച്ച തീ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ സന്തോഷിക്കണം. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിമർശിക്കാൻ കഴിയാത്ത ചില മറുപടികൾ ചില വീടുകൾക്കകത്ത് സംഭവിക്കും. ഒരു പാസ്റ്റർക്കോ ഒരു ഉപദേശിക്കോ വിമർശിക്കാൻ കഴിയാത്ത മറുപടികൾ. ഇത് പോരാ. കർത്താവിനെ ഒന്ന് ആരാധിച്ചു പറ, എന്റെ ശുശ്രൂഷയ്ക്കകത്ത് വിമർശിക്കാൻ കഴിയാത്ത വിടുതലുകൾ എന്റെ ദൈവം അയക്കാൻ.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇത് യഹോവയാൽ സംഭവിച്ചു? നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് ദൈവത്തിന്റെ വിരലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ചില വിടുതലുകൾ പാസ്റ്റർമാരെ ദൈവം അയക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കൈയല്ലാതെ ഇത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ ഇതൊരു മാനുഷിക ഇടപെടലല്ല എന്ന് പറയത്തക്ക ചില വിടുതലുകൾ. തീ ഇറങ്ങി വന്നു. എല്ലാവരും പറഞ്ഞു യഹോവ തന്നെ ദൈവമാണ്. ദൈവത്തെ വെളിപ്പെടുത്തിയ പ്രവാചകൻ യാഗപീഠത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ ജനം കണ്ടു നിൽക്കെ പ്രവാചകൻ ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന വാൾ ഉപയോഗിച്ച് 850 കള്ളപ്രവാചകന്മാരെ വെട്ടിക്കളഞ്ഞു. 850 കള്ളപ്രവാചകനും വെട്ടിക്കളഞ്ഞിട്ട് ആ രക്തം കീശോൻ എന്ന് പറയുന്ന തോടിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. 850 കള്ളപ്രവാചകന്മാരുടെ രക്തം കീശോൻ തോടിനകത്ത് ഒഴുകുകയാണ്. ഒഴുകുന്ന സമയത്ത് വീണ്ടും പ്രവാചകൻ അങ്ങ് കർമ്മേന നെറുകയിൽ മുട്ടുമടക്കുക. മുട്ടുമടക്കുന്ന വിഷയം എന്താണെന്നറിയോ? കഴിഞ്ഞ ദീർഘമണിക്കൂറുകൾ പുറകിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് സ്തോത്രം സത്യദൈവത്തെ വെളിപ്പെടുത്താനാണെങ്കിൽ, തീ ഇറങ്ങാനാണെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദേശത്തെ വരൾച്ച മാറണം. അങ്ങനെയൊക്കെ ഉപസിക്കുന്നവരുണ്ടോ? ഞാൻ പറയുന്നത് ഈ ഭൗതിക ഈ മഴയ്ക്കായിട്ടൊന്നുമല്ല, ആത്മീയ വരൾച്ച മാറുന്ന മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ രാമേൻ പറ. തീ ഇറങ്ങി വന്നതുപോലെ കർത്താവേ ആത്മീയ വരൾച്ചകളെ നീക്കാൻ ഒരു പെരുമഴ പെയ്തിറങ്ങണമെന്ന് വിശ്വസിക്കും. പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിപ്പീൻ, അവൻ മിന്നൽ പിണറയക്കുമല്ലോ. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദേശത്ത് ആത്മീയ വളർച്ചകൾ ഉണ്ടാകാൻ, വിത്ത് കട്ടകളുടെ ഇടയിൽ കെട്ടുപോകാതെ അതൊന്ന് നനഞ്ഞ് അതൊന്ന് കിളിർത്തു പൊങ്ങാൻ ഒരു ആത്മീയ മഴ. അവൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, മഴയാൽ അതിനെ കുതിർക്കുന്നു, അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. അടുത്ത വാക്യം, അതിന്റെ മുളയെ അവൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ വാഗ്ദത്തങ്ങളൊക്കെ കട്ടകടയിൽ കെട്ടുകിടക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഈ ദിവസം രാത്രി ആ മഴ പെയ്തിറങ്ങട്ടെ, കട്ട ഉടയപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ, ഉദരബലമെന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ടവരുണ്ടെങ്കിൽ പ്രാപിക്ക്. ഓൺലൈനിൽ ഞങ്ങൾ കാണുന്നവർ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. നിന്റെ നന്മയെ മറച്ചുവെച്ച മാറ്റി നിർത്തിയ ചില മേഖലയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഴ പെയ്തിറങ്ങാൻ പോകുകയാണ്. ായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്തിറങ്ങുമ്പോൾ അതിനകത്ത് വിത്തും സസ്യങ്ങളും ഒക്കെ മുളയ്ക്കുന്നത് പോലെ മുളയെ തടുത്തു വെക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ. എലിയാ പ്രാർത്ഥിക്കുക, ദൈവമേ ദേശത്തിൽ മുടങ്ങിപ്പോയ 3.5 വർഷമായി മുടങ്ങിപ്പോയ, ഞാൻ ഒന്നുകൂടെ ആത്മീയതയിൽ ഒന്ന് വ്യാഖ്യാനിച്ചാൽ 5 വർഷമായി, 8 വർഷമായി, 10 വർഷമായി, 2 വർഷമായി, 1 വർഷമായി ഒക്കെ മുടങ്ങിപ്പോയൊരു ആത്മീയ ഉണർവുണ്ട്. കേൾക്കുന്നുണ്ടോ? ആത്മീയ ചൈതന്യമുണ്ട്. അതൊന്ന് പുനരാരംഭിക്കണമേ, ഒന്ന് മടങ്ങി വരണേ. എത്ര പേർ ജയോത്സവം ദൈവസഭയോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവങ്ങളെ ഒന്ന് മടക്കി തരുന്ന ആത്മീയ മഴ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്കൊന്ന് പെയ്തിറങ്ങണം. നോഹയുടെ കാലത്ത് മഴ ശാപമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആ വലിയ ദൈവിക മഴ ഇന്നു പകൽ ജനത്തിന്റെ മേൽ ശാപമായിട്ടല്ല, അനുഗ്രഹമായിട്ടൊന്ന് പെയ്തിറങ്ങാൻ. അപ്പാ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന മാതാപിതാക്കന്മാർ പറ. പണ്ടത്തെ പോലൊരു നല്ല കാലം മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഏലിയാവ് കർമ്മേന നെറുകയിൽ വെച്ച്
താൻ പ്രാർത്ഥിക്കുന്ന വിധം എങ്ങനെയാണെന്നറിയോ? പ്രാർത്ഥിക്കുന്ന വിധം പ്രാർത്ഥിക്കും മുമ്പേ തൻ്റെ ബാല്യക്കാരനെ അടുക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുക, പക്ഷെ നീ കടൽ നേരെ ചെന്ന് നോക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മറുപടി പൊങ്ങുന്നെങ്കിൽ എന്നോട് വന്ന് ഉത്തരം പറയണം. തൻ മുഴങ്കാലുകളിടയിൽ തല കയറ്റി വെച്ച് താൻ പ്രാർത്ഥിക്കുക. 1-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി ഉണ്ടായില്ലയോ? 2, 3 പറഞ്ഞേ, മറുപടി ഉണ്ടായില്ല. 4-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി ഉണ്ടായില്ല. 5, 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി ഉണ്ടായില്ല. 7-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ, ബാല്യക്കാരൻ ഓടി വന്ന് മറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. യജമാനനെ, ഒരു മനുഷ്യന്റെ കൈ എന്ന വണ്ണം ഒരു ചെറിയ മേഘം കാണുന്നുണ്ട്. ഒരേ യജമാനോട് പറയുക, യജമാനനെ, ഒരു മനുഷ്യന്റെ കൈ എന്ന വണ്ണം ഒരു ചെറിയ മേഘം കാണുന്നുണ്ട്. പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയാവ് ആഹാബിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു ശബ്ദമുണ്ട്, വലിയ മഴയുടെ എന്ന് പറയുന്നത് എന്താ അർത്ഥം അറിയോ? പ്രാർത്ഥിക്കുന്നവൻ ചെറിയ സാധ്യതയ്ക്കകത്തും വലിയത് പ്രതീക്ഷിക്കുന്നവനാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഇപ്പോൾ കാണുന്ന ഈ ചെറിയ സാധ്യതയുണ്ടല്ലോ, അത് വലിയ മഴയായി പെയ്തിറങ്ങുമെന്ന്. Come on. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ശക്തമായി വിവേചിക്കുക. പ്രാർത്ഥിക്കുന്നവന് ഒരു ചാറ്റൽ മഴ പെയ്യുന്നല്ല പറയുന്നേ, ആരെയെങ്കിലും നനയ്ക്കുന്ന ഒരു ചാറ്റൽ മഴ പെയ്യുന്നല്ല. പ്രാർത്ഥിക്കുന്നവൻ പറയുന്നു, വലിയ മഴയുടെ മുഴക്കമാണത്, വലിയ മഴയുടെ മുഴക്കമാണത്. പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിലും പറ, എന്റെ മേൽ ഇന്ന് രാത്രി വലിയത് പകരുന്നൊരു ദൈവമുണ്ട്, വലിയത് പകരുന്നൊരു ദൈവം. Yes. ഇനി കേട്ടോ, ഞാൻ പറഞ്ഞത് ഒന്ന് വിശദീകരിക്കാം. കണ്ടതെന്താ? ചെറിയൊരു മേഘമാണ്. കേട്ടതെന്താണ്? വലിയൊരു മുഴക്കമാണ്. കണ്ടത് ചെറിയൊരു കൈ പോലൊരു മേഘം, കേട്ടത് വലിയ മഴയുടെ മുഴക്കം. കാണുന്നത് ഇപ്പോഴത്തെ പരിതസ്ഥിതിയാണ്, ഇപ്പോഴത്തെ തകർച്ചയാണ്, ഇപ്പോഴത്തെ ഇല്ലായ്മയാണ്, ഇപ്പോഴത്തെ പരിതാപകരമായ കാര്യമാണ്, ഇപ്പോഴത്തെ ഞെരുക്കമാണ്. പക്ഷെ കേട്ട ദൂതെന്താ? കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ കേട്ട ദൂതെന്താ? ഇങ്ങനെ സഭ മുൻപോട്ട് പോകുന്നാണോ? ഇങ്ങനെ എൻ്റെ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നാണോ? കാണുന്നത് ഞെരുക്കമാണെങ്കിലും കേട്ടത് വിശാലതയല്ലേ? കാണുന്നത് തകർച്ചയാണെങ്കിലും കേട്ടത് പണിയുമെന്നല്ലേ? കാണുന്നത് ഇടുക്കമാണെങ്കിലും കേട്ടത് വഴി തുറക്കുമെന്നല്ലേ? കാണുന്നത് തടസ്സമാണെങ്കിലും കേട്ടത് നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നല്ലേ? ഇന്ന് രാത്രി പ്രതികരിക്ക്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഇടപെടുക. കാണുന്നത് പോലെയല്ല നിന്റെ ഭാവി, കേട്ടതുപോലെയാ നിന്റെ ഭാവി. കാണുന്നത് പോലെയല്ല നിന്റെ വളർച്ച, കേട്ടതുപോലെയാ വളർച്ച. ജയോത്സവം ദൈവസഭ. കാണുന്നത് പോലെയല്ല വിടുതൽ, കേട്ടതുപോലെയാ വിടുതൽ. കാരണം അടിച്ചോ, പ്രതികരിച്ചോ, പ്രാപിച്ചോ ആ ദൂത്, പ്രാപിച്ചോ ആ ദൂത്, പ്രാപിച്ചോ ആ ദൈവശബ്ദം. കാണുന്നത് പോലെ ഒന്നുമല്ല നിന്റെ ശുശ്രൂഷ, കാണുന്നത് പോലെ ഒന്നുമല്ല ശുശ്രൂഷ. ദൈവം നിന്നെ കേൾപ്പിച്ച ദൂതില്ലേ, അതുപോലെയാ നിന്റെ ശുശ്രൂഷ. കേട്ടതുപോലെയാ നിന്റെ മുൻപോട്ടുള്ള ഗമനാഗമനം, കേട്ടതുപോലെയാ സഭയുടെ വളർച്ച, കേട്ടതുപോലെ ആത്മീയ മുന്നേറ്റം. വാ തുറന്ന് പ്രതികരിക്ക്.
Lebarika tara makatara se lebaraga dala riandal kara hardal kamana handal kaba ragacha siyadal rabe kaba diya raba shandal വായൊന്ന് തുറന്ന് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രതികരിക്ക്. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, നീ കാണുന്നത് പോലെയല്ല നിന്റെ ശുശ്രൂഷ, നിന്റെ ഭാവി നീ കാണുന്നത് പോലെയല്ല. കേട്ടതുപോലെ ഗതി തിരിയുന്ന രാത്രിയാണിന്ന്. കേട്ടതുപോലെ ശബ്ദൽ കര ഹദര ജലഗഡഗ സൈദൽ കരാദി. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ അതിൻ്റെ ആഴം നിങ്ങൾക്ക് നന്നായിട്ട് പിടികിട്ടും. നമുക്ക് തുടർന്ന് ആരാധിക്കണം. പഴയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ 2 കഥാപാത്രങ്ങളാണ് അബ്രഹാമും സാറയും. അബ്രഹാമും സാറയും പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ പറയുന്ന 2 വാക്കുകളുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത്, ഒന്ന് പറയും അസാധ്യത, 2 പറയും നിർജീവത്വം. അബ്രഹാം സാറയിലേക്ക് നോക്കുമ്പോൾ സാറ പറയും, അബ്രഹാം സാറയിലേക്ക് നോക്കുമ്പോൾ സാറയെ നോക്കി പറയും, അവിടെ ഗർഭപാത്രം നിർജീവത്വ. സാറ അബ്രഹാമിലേക്ക് നോക്കുമ്പോൾ അബ്രഹാമിന്റെ ശരീരം മുഴുവൻ നിർജീവത്വ. 2 പേരും പറയും അസാധ്യത കേട്ടോ, അസാധ്യതയാണ് യജമാനനെ, അസാധ്യതയാണ്. അബ്രഹാം തിരിച്ചു പറയും നിർജീവത്വം, അസാധ്യതയും നിർജീവത്വം. ഇങ്ങനെ അവർ വാക്കുകൾ തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി 17 ദൈവം ഇറങ്ങി വരിക. ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞേ എൽ ഷദ്ദായി, സർവശക്തൻ. എൽ ഷദ്ദായി ആയ ദൈവം ഇറങ്ങി വന്ന് അബ്രാമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അബ്രാമേ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുന്നത് കൊണ്ട് നിന്റെ പേര് ഞാൻ തിരുത്താൻ പോവാ. അബ്രാം എന്നല്ല, അബ്രഹാം. കാണുന്ന നിർജീവത്ത, കാണുന്നത് അസാധ്യതയാ. പക്ഷെ കേട്ടത് ബഹുജാതികൾക്ക് പിതാവാകുമെന്നാണെങ്കിൽ കേട്ട ദൈവവചനത്താൽ കാണപ്പെട്ട അസാധ്യത പൊളിയാൻ പോവാ. കാണപ്പെട്ട നിർജീവത്വങ്ങൾ പൊളിയാൻ പോവാ. ഇന്ന് രാത്രിയിലും ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക. കാണുന്നത് കേട്ട വചനത്താൽ പൊളിയാൻ പോവാ. ഇന്ന് രാത്രി വിശ്വസിച്ചോ? ആ കാണപ്പെട്ട രോഗത്തെ നോക്കി പറ, കാണപ്പെട്ട രോഗം സൗഖ്യമാക്കുമെന്ന് പറയുന്ന കേൾക്കപ്പെട്ട വചനത്താൽ ഈ രാത്രി പൊളിയുന്നു. ഹദാ ഖദാ രഗാ ദയാ മനാ ജലാ ധരാ ജലാ ധരാ റബാ ഹദാ റബാ ഖദാ റബാ ഖദിനി ലബറഗഡഗ ബലയാദന. ഇനി പുതിയ നിയമം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. പിന്നീട് മരണം സംഭവിച്ചു. മരണം സംഭവിച്ചപ്പോൾ കല്ലറയ്ക്കകത്ത് ലാസർ കിടക്കുക. കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ലാസർ കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം എന്ന് പറയോ? കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം, കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം ഞാൻ പറയാം. ഒന്ന്, ശരീരം മുഴുവൻ ശീലകൾ കൊണ്ട് കെട്ടി. അങ്ങനെ പറയണം, ശീലകൾ കൊണ്ട് കെട്ടി. മുഖം റൂമാല് കൊണ്ട് മൂടി. അടുത്തത് നാറ്റം വെച്ചു തുടങ്ങി. സഹോദരി പറഞ്ഞ വാക്കാണ്, നാറ്റം പുഴുകേറി. ഇനി അടുത്തത്, ആ കല്ലട വാതിക്കലേക്ക് നിങ്ങൾ നോക്കിക്കേ, ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ചിരിക്കുന്നു. കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം, കല്ലുരുട്ടി വെച്ചിരിക്കുന്നു, നാറ്റം വെച്ചിരിക്കുന്നു. അടുത്തത് ശീലകൾ കെട്ടിയിരിക്കുന്നു, റൂമാല് കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം നിൽക്കുമ്പോൾ കേൾക്കപ്പെട്ട വചനം പറ. 11:40 വിശ്വസിച്ചാൽ പറ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ ബാബാ ബാബാ ബാ ഷാരാ ബാബാ ബാബാ റീക ബാതല റകാദ. ഹോ ഹാദല റബ കതല റബ കതല ബ
വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം അങ്ങനെ കിടക്കുമ്പോൾ കേൾക്കപ്പെട്ട ദൂത് വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെടുമെന്നാണെങ്കിൽ ആ കേൾക്കപ്പെട്ട ദൂതിനാൽ റൂമാൽ അടിയാൻ പോവുക. കേൾക്കപ്പെട്ട ദൂതിനാൽ ശീലകൾ അടിയാൻ പോകുകയാണ്. കേൾക്കപ്പെട്ട ദൂതിനാൽ കല്ലുരുളാൻ പോകുകയാണ്. കേൾക്കപ്പെട്ട ദൂതിനാൽ നാറ്റം മാറി സുഗന്ധ പരിമള തൈലം കൂടാരത്തിനകത്ത് ഇന്ന് രാത്രിയിലും വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമ ha ha ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം എത്ര തന്നെ ഉണ്ടായാലും അതിനേക്കാൾ ശക്തിയുള്ളതാണ് കേൾക്കപ്പെട്ട വചനം, കേൾക്കപ്പെട്ട ദൈവശബ്ദം. ദൈവമാണ് കേൾക്കപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. കാണപ്പെട്ട വിഷയം എത്ര ഗൗരവം ഉള്ളതാണെങ്കിലും കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അതിനേക്കാൾ ശക്തിയുള്ളതാണ്. യേശുവിൻ നാമത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും എന്നെ കേൾക്കണം കേട്ടോ, എല്ലാവരും കേൾക്കണം. നമ്മുടെ ഭാവി പ്രത്യാശ എന്താ? നമ്മുടെ ഭാവി പ്രത്യാശ 9 മണിക്ക് യോഗം തിരുന്നാണോ? അല്ല. നമ്മുടെ ഭാവി പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്ന കാര്യം എന്താ? കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്നത് നിറവ്യത്യാസമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിറവ്യത്യാസമുണ്ട്. നിറവ്യത്യാസമുള്ള ഈ ശരീരത്തിൽ തേജസ് വെളിപ്പെടും. തേജസ് വെളിപ്പെടുമ്പോൾ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വം പ്രാപിക്കും. ഈ മർത്യമായത് പിന്നെ അമർത്യതയെ പ്രാപിക്കും. പൗലോസ് പറയുന്നത് കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. കേൾക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ പറ. കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്നത് നമ്മുടെ ദ്രവത്വം അദ്രവത്വമുള്ള ശരീരമായി മാറും. നമ്മുടെ മർത്യമായ ശരീരം ഇത് മണ്ണാണ്, പക്ഷെ കർത്താവിൻ്റെ വരവിൽ അമർത്യത പോകും. കേൾക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിൽ കേൾക്കപ്പെട്ട വചനം കൊണ്ട് ഈ കാണപ്പെട്ട ശരീരത്തിന് വ്യത്യാസം വെളിപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, ഇല്ല മനസ്സിലായില്ല. കാണപ്പെട്ട ഈ ശരീരത്തിൽ കേൾക്കപ്പെട്ട വചനം കൊണ്ട് രൂപാന്തരം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എത്ര പേർ ആമേൻ പറഞ്ഞു പറയുന്നുണ്ട്? പാസ്റ്ററേ, ഞാൻ കാണുന്നത് പോലെ ഒന്നും ഇരിക്കില്ല, കേട്ടതുപോലെ ദൈവം എൻ്റെ ഗതി മാറ്റാൻ പോകുകയാണ്. കേട്ടതുപോലെ ഞാൻ മാറാൻ പോവാ. കാണുന്നത് പോലെ ഞാൻ മുൻപോട്ട് പോകില്ല. കേട്ടതുപോലെ ദൈവം എന്നെ മാറ്റാൻ പോവാ. നീ ഒരു പ്രവാചകനാകുമെന്നും നീ ഒരു ഇടയനാകുമെന്നും നീ ഒരു അപ്പോസ്തലനാകുമെന്നും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്തിരിക്കും. സന്തോഷത്തോടെ വിശ്വാസത്തോടെ പറ. ദൈവം മോഹിപ്പിക്കാൻ ഒന്നും പറയില്ല. അവൻ പറയുന്നത് നിന്റെ മേൽ സാധിപ്പിക്കും ദൈവമാണ്. സന്തോഷത്തോടെ രാമൻ ഏലിയാവ് കർമ്മേൽ നെറുകയിൽ മുട്ടുകുത്തി തൻ്റെ സ്തോത്രം ഇത തല ഈ സ്തോത്രം മുഴങ്കാലുകൾക്കകത്ത് കെട്ടിവെച്ച് താൻ പ്രാർത്ഥിക്കുന്നത് എവിടെയാണ്? പറ. കർമ്മേലിൽ. മഴ പെയ്തിറങ്ങി കർമ്മേലിൽ മാത്രം എന്നാണോ? അല്ല. കർമ്മേലിലാ പ്രാർത്ഥിക്കുന്നെങ്കിൽ മഴ പെയ്തിറങ്ങി ഇസ്രായേലിൽ മുഴുവൻ. ഇസ്രായേൽ എവിടെയൊക്കെ വരണ്ട തോടുകളുണ്ടോ, ഇസ്രായേൽ എവിടെയൊക്കെ വരണ്ട കിണറുകളുണ്ടോ, ഇസ്രായേൽ എവിടെയൊക്കെ വരണ്ട ഉറവകളുണ്ടോ, അവിടേക്കെല്ലാം മഴ പെയ്തിറങ്ങി. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിനകത്താണെങ്കിൽ മറുപടി ഇവിടെ മാത്രമല്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിനകത്താണെങ്കിലും 20 ദിവസം ഈ പ്രാർത്ഥന നടന്ന ഈ ആലയത്തിനകത്താണെങ്കിലും മറുപടി ഇവിടെ മാത്രമല്ല. ദേശങ്ങളിൽ ദൈവം അയക്കുന്നുണ്ട്, രാജ്യങ്ങളിൽ ദൈവം അയക്കുന്നുണ്ട്. കമോൺ,
കർമ്മേലിൽ മാത്രം മഴ പെയ്തെന്നല്ല, ഇസ്രായേലിൽ മുഴുവൻ വരണ്ട ഇടങ്ങളെ ചതുപ്പ് നിലമാക്കുന്ന ദൈവിക മഴ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി യോഗം ട്രിവാൻഡ്രത്തിന് മാത്രമല്ല, നാലാഞ്ചിറയ്ക്ക് മാത്രമല്ല, ദേശത്തിന് മുഴുവൻ ഒരു മറുപടിയായി ദൈവം മാറ്റാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ പരാജിതനല്ല, പ്രാർത്ഥിക്കുന്നവൻ ധൈര്യം ക്ഷയിച്ചവനല്ല, പ്രാർത്ഥിക്കുന്നവൻ അപമാനിതനല്ല, പ്രാർത്ഥിക്കുന്നവൻ ജയാളിയാണ്, പ്രാർത്ഥിക്കുന്നവൻ മാന്യതയുള്ളവനാണ്. പ്രാർത്ഥിക്കുന്നവനാൽ ഒരു പട്ടണം മുഴുവൻ വിടിവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥനയ്ക്കൊരു സമയപരിധിയുണ്ടോ? 9 മണി വരെ പ്രാർത്ഥിക്കാവൂ. 9:05 ആയാൽ പ്രാർത്ഥന പാപം എന്നൊരു ചിന്തയുണ്ടോ? ഇല്ല. 1 മണിക്കൂറേ പ്രാർത്ഥിക്കാവൂ. 1:05 ആയാൽ പിന്നെ പാപം എന്നൊരു ചിന്തയുണ്ടോ? ഇല്ല. പ്രാർത്ഥനയ്ക്കൊരു സമയപരിധിയില്ല. എത്ര മണിക്കൂറും പ്രാർത്ഥിക്കാം. കേൾക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ. നാം പകൽ കേട്ടില്ലേ, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 40 ദിവസം ദൈവത്തിന്റെ കൂടെ മോശ ഇരുന്നു. നാം പറയാറില്ലേ, 40 ദിവസം താൻ പ്രാർത്ഥിച്ചു. കേൾക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ. പ്രാർത്ഥനയ്ക്കൊരു സമയപരിധിയില്ല. 2, പ്രാർത്ഥനയ്ക്കൊരു പ്രായപരിധി ഉണ്ടോ? 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കണ്ട എന്ന് വേദപുസ്തകത്തിലുണ്ടോ? 20 വയസ്സാകണം പ്രാർത്ഥിക്കണമെങ്കിൽ എന്നുണ്ടോ വേദപുസ്തകത്തിൽ? ഇല്ല. പ്രാർത്ഥനയ്ക്കൊരു പ്രായപരിധി ഒന്നുമില്ല. തിരിച്ചറിവിന്റെ കാലം മുതൽ പ്രാർത്ഥിക്കാം. ഇനി അടുത്തൊരു വാചകം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ഈ ചർച്ചുകളിലൊക്കെ ധാരാളം മത്സര പരിപാടികൾ നടക്കാറുണ്ട് അല്ലേ? പാട്ട് മത്സരമുണ്ട്, സമൂഹഗാന മത്സരമുണ്ട്, പ്രസംഗ മത്സരമുണ്ട്, വാക്യ മത്സരമുണ്ട് അല്ലേ? പക്ഷെ ഇതുവരെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു മത്സരമുണ്ടോ? ഇല്ല. എന്താ മത്സരം വെക്കാത്തെ? അടുത്ത വെച്ചിട്ട് ഒരു പുതിയ പ്രോഗ്രാം ഉണ്ടാക്കാം. പ്രാർത്ഥനയ്ക്ക് മത്സരം ഇല്ല. പ്രാർത്ഥനയ്ക്ക് മത്സരം വെക്കാൻ കഴിയില്ല. പൗലോസ് പറഞ്ഞു, വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്കാർക്കും അറിയില്ല. നിങ്ങൾ തൊട്ടം വരെ പറയുന്ന വ്യക്തിയാണെങ്കിലും വേദപുസ്തകം പറയുന്നു, വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. പക്ഷെ അടുത്ത വാക്യത്തിൽ ആത്മാവ് കൂട്ടിച്ചേർക്കുക. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്. മനസ്സില്ല? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു വാക്കുപോലും പറയാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിലും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ ആത്മാവ് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ബലപ്പെടുത്തും. എല്ലാ കണ്ണും ഒന്ന് അടച്ചു പ്രാർത്ഥിച്ചു. അഭിഷേകത്തിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചേ. ഒരു പുതിയ അഭിഷേകം പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ മേൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കേ. എല്ലാവർക്കും എഴുന്നേൽക്കാം പ്ലീസ്. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കുഞ്ഞുങ്ങളെല്ലാം ഈ മുമ്പിലേക്ക് വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കുഞ്ഞുങ്ങളെല്ലാം മുമ്പിലേക്ക് വരണം. കസാര വിട്ട് മുമ്പിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം നമ്മിലേക്ക് പകരാൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ തലമുറയിൽ പ്രാർത്ഥിക്കാൻ? എൻ്റെ മേലൊരു ദൈവകൃപ വ്യാപരിക്കണം. ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല, ദൈവം എനിക്കൊരു നിയോഗം ഇന്ന് രാത്രി നൽകുന്നു. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കണം. അടുത്ത തലമുറ പ്രാർത്ഥനയിൽ സജ്ജരാകണം. സഭ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, സഭ ജയത്തോടെ വളരണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റേ പറ്റൂ. ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റേ പറ്റൂ. പ്രസംഗിക്കുന്നവരെയൊക്കെ ലോകം അറിയും. നാം കേട്ടിട്ടില്ലേ? എല്ലാവരെയും പ്രസംഗിക്കുന്ന എല്ലാവരെയും ലോകം അറിയും. പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ നാം പറയാറില്ലേ? ദൈവം അറിയും. 2026 ദൈവം അറിയുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണും നടച്ചു പ്രാർത്ഥിച്ച്, കർത്താവ് ഈ തലമുറയിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം എൻ്റെ മേൽ ചലിക്കണം. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം എൻ്റെ മേൽ ചലിക്കണം. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം. പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച്. നിങ്ങൾ കണ്ണു തുറന്ന് നിർവികാരികളായി നിൽക്കരുത്. പരിശുദ്ധം ഒരു 1.5 മണിക്കൂറായി പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചല്ല, പകലൂടെ കൂട്ടി 3 മണിക്കൂർ വചനത്തെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഇടപെടുക. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, പ്രാർത്ഥിക്ക്, കരുത്തോടെ പ്രാർത്ഥിക്ക്, അഭിഷേകത്തോടെ പ്രാർത്ഥിക്ക്, ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്ക്. കമോൺ. സമയം എത്ര പോയാലും കുഴപ്പമില്ല. നിങ്ങളെക്കാൾ ദൂരത്തിൽ എനിക്ക് സഞ്ചരിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ബലം ചില തലമുറയ്ക്കകത്ത് പകരുക.
മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്ക്. എനിക്ക് പ്രായമായി, എൻ്റെ വായിക്കകത്ത് ശബ്ദം പലപ്പോഴും വരുന്നില്ല, എൻ്റെ ശബ്ദം നിലയ്ക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അടുത്ത തലമുറ പ്രാർത്ഥനയിൽ കരുത്താർജിക്കണം, അടുത്ത തലമുറ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. കമോൺ, പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഒരു ദൈവദാസൻ പ്രസംഗത്തിന്റെ വേരിയേഷൻ, ശബ്ദത്തിന്റെ വേരിയേഷൻ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അതിന്റെ താളത്തിനൊത്തണമല്ല, ആത്മനിറവിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ഒരു അഭിഷേകം ഇറങ്ങട്ടെ, ഒരു അഭിഷേകം ഇറങ്ങട്ടെ, ഒരു അഭിഷേകം. പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ ശഠിക്കരുത്. നിങ്ങൾ ആദ്യം മാതൃക കാണിക്കണം പ്രാർത്ഥിക്കാൻ. നിങ്ങളൊരു മാതൃക കാട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരില്ല. പ്രാർത്ഥിക്കണം വീട്ടിൽ, പ്രാർത്ഥിക്കണം വീട്ടിൽ. നിലച്ചുപോയ പ്രാർത്ഥനകളൊക്കെ വീട്ടിൽ തുടരണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ വീട്ടിലേക്ക് ഉണർവറങ്ങട്ടെ, വീട്ടിലേക്ക് ഉണർവറങ്ങട്ടെ, വീട്ടിലേക്ക് പ്രാർത്ഥനയുടെ ഉണർവ് ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ഒരു ഭയങ്കര ആത്മാവിന്റെ തീ ഇറങ്ങുന്നതിന്റെ പേര് പ്രാപിച്ചു. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയാ, ഓ ആത്മനദിയാ ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ സ്വർഗീയതിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തുനാളിൽ, പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ വീശി എന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ. ഓ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. ഞാനുമേ ഹോവേ ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കും നീ, ഞാനുമേ ഹോവേ ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി. സ്വർഗീയതിയെ, സ്വർഗീയതിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
ആത്മശക്തിയെ ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി സ്വർഗീയതയെ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി സ്വർഗീയതയെ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി ആത്മനദിയായി ഒഴുകി ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ ആത്മശക്തിയായി ഒഴുകി ആത്മനദി ഓ ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ ആത്മശക്തിയായി ഒഴുകി ഓ ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ ആത്മശക്തിയായി ഒഴുകി മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ ആത്മശക്തിയെ ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ഓ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ഓഹോ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ ആത്മശക്തിയെ ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ഓ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ ആത്മശക്തിയെ ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ഓ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ഓ സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ ഓ മഴ പോലെ പെയ്തിറങ്ങി വാ ഓ മഴ പോലെ ഓ മഴ പോലെ പെയ്തിറങ്ങി വാ ഓ മഴ പോലെ ഓ ശബ്ദരെ ഖരാബ സുനാരാ വിവ ശബ്ദരെ ചുടവ ഹേരഗരെ ഹന്ദ വിവ ശബ്ദര ബൗഡേ